ആദ്യമായിട്ട് നമ്മളെല്ലാവരും വണ്ടി എന്ന് പറയുന്ന ഒരു സൈക്കിൾ ആയിരിക്കില്ല. ആദ്യമായിട്ട് സൈക്കിൾ കിട്ടിയ അനുഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എനിക്കിപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു സംഭവമാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് വണ്ടി കിട്ടുന്നത്. അപ്പോൾ സൈക്കിൾ കിട്ടുന്നത് റേസർ ബാക്ക് എന്ന് പറയുന്ന ഒരു ഹീറോയുടെ റേസർ ബാക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ് കിട്ടിയത്. ആദ്യം ഇത് വാങ്ങിക്കാനുള്ളൊരു ത്വരയായിരുന്നു. വാങ്ങിച്ചതിൻ്റെ അന്ന് ഞാൻ ഉറങ്ങാതെ പോയി കാത്തിരുന്ന് വണ്ടി കണ്ടുകൊണ്ടിരുന്നൊരു ഇതുണ്ട്. ആ വണ്ടി എടുക്കാൻ പോയത്, സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് അതിൻ്റെ കൂടെ കിട്ടിയതൊരു പമ്പ്. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സൈക്കിൾ പമ്പ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ബാഗ്. ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അന്ന് 2500 രൂപയുള്ള സൈക്കിളിന് ഇന്ന് 5000-6000 മുകളിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റേ മോഡിഫിക്കേഷൻ ചെയ്യാം. നമ്മളെ MVD ഒന്നും പിടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ മോഡിഫൈ ചെയ്യാം. നമുക്ക് അന്ന് എന്റെ വീടിന്റെ അവിടെ സൈനു എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവനായിരുന്നു ഞങ്ങളെ വീട്ടിലെ തല. അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്കിൽ ലൈറ്റ് എത്തുന്ന പരിപാടി, പിന്നെ മുത്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവനെ, സ്പോക്കിനകത്ത് മറ്റേ ഇതിടുക, മുത്തിടുന്ന പരിപാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ 2 കമ്പി വീലിന്റെ 2 സൈഡിലായിട്ട് വെച്ചിട്ട് ഗോപുരം പോലെ പണിഞ്ഞിട്ട് അതിനകത്ത് മറ്റേ CD ഒക്കെ വെച്ചിങ്ങനെ ലൈറ്റ് അടിച്ചൊക്കെ കാണിക്കുന്ന പരിപാടി. അങ്ങനെ കുറെ സാധനം. സിഗരറ്റ് ലൈറ്ററിന്റെ അന്ന് ലൈറ്റ് ഇറങ്ങുമായിരുന്നു. ആ ലൈറ്റ് ഒക്കെ എടുത്ത് ഫ്രണ്ട് വെച്ചിട്ട് പോണ പരിപാടി. ഇതൊക്കെയായി. പിന്നെ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് അപ്പോഴും ഞങ്ങളുമ്മ അംഗീകരിക്കുന്നില്ല. എനിക്ക് ബുദ്ധിയില്ലാന്ന് എനിക്ക് മനസ്സിലായി. സൈനുവിന്റെ ഇത്രയും ബുദ്ധിയൊന്നും എനിക്കില്ലാന്ന് മനസ്സിലായി. പക്ഷെ ഞങ്ങളുമ്മ അന്നും അംഗീകരിക്കുന്നില്ല. ഞങ്ങളുമ്മ അന്നും പറയുന്നത് അവ CD റൈറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സാധനം എന്തോത്തിന്ന് ഇളക്കിയെടുത്തിട്ട് വെച്ചൊരു ബാറ്ററി കൊടുക്കുന്നുണ്ട്, അതിങ്ങനെ കറങ്ങും, ഭയങ്കര ബുദ്ധിയാവുന്നു. പിന്നെ നമ്പർ സേവ് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ആയ ഫോൺ ഓൺ ആക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ എന്നെ കമ്പ്യൂട്ടർ സയൻസിന് കൊണ്ട് കയറ്റി. ഞാൻ ദൂരത്തോറ്റ്. നിങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാൻ കാണും. നിങ്ങളുടെ കഥകൾ കമന്റ് ചെയ്യുക. ആദ്യത്തെ സൈക്കിളിന്റെ കമന്റ് മതി മെയിനായിട്ട്.